بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. رسول الله صلى الله عليه وسلم തൻ്റെ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ വന്ന് നന്മയെപ്പറ്റിയും തിന്മയെപ്പറ്റിയും ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നസീഹത്താണ് ഈ ഹദീസിൽ നമ്മൾ വായിച്ചത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്മ എന്ന് പറഞ്ഞാൽ മത്മഅന്നത് ഇലൈഹി അന്നഫ്സു, നമ്മുടെ നഫ്സ് ഏതിനെയാണോ ശരിയായി അംഗീകരിക്കുന്നത് അതാണ് ശരി. എന്നാൽ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നഫ്സ് എന്തിനെയാണോ നിരാകരിക്കുന്നത് അതാണ് തെറ്റ്, തിന്മ. ആരുടെ നഫ്സ്? തഖിയായ, സാലിഹായ, സാദിഖായ, മുവഹിദായ, മുഅ്മിനായ ആളുകൾ, സത്യവിശ്വാസികളുടെ. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഫാജിറുകളുടെ നഫ്സ് ഒരിക്കലും നന്മ തിന്മയുടെ അളവുകോലായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ മുഅ്മിനിന്റെ നഫ്സ് നന്മ തിന്മകളുടെ അളവുകോലാണ്. ആ ഹദീസിന്റെ രണ്ടാം ഭാഗം വേറെ ഒരു റിവായത്താണ്. വാബിസ ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം അന്നഹു ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. യുരീദു അൻ യസ്അലഹു, വന്നത് നബിയോട് ഒരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷെ അവിടെ ഒരു മുഅ്ജിസത്ത് സംഭവിച്ചു. സഹാബാക്കളുടെ ഈമാനിന്റെ പവർ അതുകൊണ്ടാണ്. അവർ നേർക്ക് നേരെ കണ്ണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് കാണുകയാണ്. മുഅ്ജിസത്തുകൾ ഒരിക്കലും അവർക്ക് നിരാകരിക്കാൻ സാധിക്കൂല. അവരുടെ ഈമാനിന് ഒരു പ്രശ്നവും അങ്ങനെ സംഭവിക്കൂല, ഇല്ലാ മൻഷാ അല്ലാഹ്. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ വഴികേടിലാവാൻ തീരുമാനിക്കപ്പെട്ടവർ വഴികേടിലായിട്ടുണ്ട്. അത് വേറെ കാര്യം. കാരണം അബൂജഹലിനെ പോലുള്ള ആൾക്കാരും ആ മുഅ്ജിസ നേർക്ക് നേരെ കണ്ടവരാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നേർക്ക് നേരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും നബിയുടെ കൂടെ ജീവിച്ചും ഈമാനികമായി ഉന്നതമായ വളർച്ചയിലെത്തിയ അസ്സഹാബത്തിനെ പോലെയല്ല റസൂലുള്ളാഹി തങ്ങളെ കാണാതെ സുഹ്ബത്തില്ലാതെ അവര് പറഞ്ഞു തന്നത് കേട്ട് വിശ്വസിക്കുന്ന നമ്മൾ. രണ്ടുപേർക്കിടയിലുള്ള വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്റെ അസ്ഹാബുകളാണ്, വഹും ഇഖ്വാനി. എന്നാൽ പിന്നീട് വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ എന്റെ സഹോദരങ്ങളാണ്. അതെന്തെന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, അവർ എന്നെ കണ്ടിട്ടില്ല എന്നിട്ടും എന്നെ വിശ്വസിച്ചു. അപ്പൊ എന്റെ ഇഖ്വാനാണവർ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലൊക്കെ പെടാൻ ശ്രമിക്കുക, ആഗ്രഹിക്കുക. അതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ സംഭവിച്ച മുഅ്ജിസത്ത്, ഫന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്തദറഹു വഖാല ലഹു, അദ്ദേഹം ചോദിക്കാനായി വന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിലെത്തി ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് നബി അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു. ജിഇത തസ്അലു അനിൽ ബിർ, വാബിസ, നീ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞു, ഇല്ല മനിർതദാ ബിർറസൂൽ, അള്ളാഹു മാത്രമേ ഗൈബ് അറിയുള്ളൂ. പക്ഷെ പിന്നെ ആരും അറിയും? അള്ളാഹു തൃപ്തിപ്പെട്ട അവന്റെ റസൂലിൽപ്പെട്ട ചിലരും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അറിയും. റസൂൽ അറിയും, പക്ഷെ എങ്ങനെ അറിയും?
ബിഇദ്നില്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം, അല്ലാണ്ട് അറിയൂല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേലിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗത ബിഇദ്നില്ലാ. അതിനോടൊപ്പം പറഞ്ഞു വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിന്റെ പത്തായത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഗോതമ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ അതെന്താണെന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ്. പക്ഷേ അദ്ദേഹം അതിനോടൊപ്പം ചേർത്തു ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ ഇതിനോടെ. അതിനെയാണ് അമ്പലക്കടവ് എന്ത് ചെയ്തത്? ദുർവ്യാഖ്യാനിച്ചത്. പിന്നെ ആ ടീംസിൽ ദുർവ്യാഖ്യാനിക്കുന്നതിൽ എന്തില്ല? ഒരു കുറ്റബോധവുമില്ല, അവർക്കൊരു ഗൗരവമില്ല. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ശിർക്ക് ചെയ്തവൻ ആകാശത്തിൽ നിന്ന് വീണോനെ പോലെയാണ്. ഒരു പിടിവണ്ടി കിട്ടൂല. ആകാശത്തിൽ നിന്ന് വീണോന്റെ അവസ്ഥ പാരച്ചൂട്ടൽ ഇപ്പൊ വന്നല്ലേ, ഇനി ആ സ്ഥാനം ഇട്ടിട്ട് തന്നെ വീണാലും അതിൽ പൊട്ടിപ്പോയാലും അതിന്റെ വയറ് പോയി പോയാലും അള്ളാഹു പറഞ്ഞെന്താ അറിയോ? അങ്ങനെ വീണവനെ ഒന്നുകിൽ പക്ഷികൾ വന്നിട്ട് കൊത്തിപ്പറക്കും, എങ്ങോട്ടാ കൊണ്ടുപോകാന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ കാറ്റവനെ പറത്തിക്കൊണ്ടുപോകും, ഏടെ പോയിട്ട് വീന്ന് പറയാൻ കഴിയില്ല. അത്ര അപകടമാണ് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചവന്റെ അവസ്ഥ. ഓൻ എന്ത് പറയും, എന്ത് ചെയ്യും, ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ അങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നു. പേരോട് സഖാഫിയും അഹ്സനിയും മുർഷദ് അഹ്സനിയും തമ്മിൽ സംവാദം നടക്കുക. സംവാദം മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ബാത്തിൽ, രണ്ട് ബാത്തിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടും. പേരോട് എന്ത് ചെയ്തു? ചുഴലിയത്തുള്ള മോൻ എനിക്ക് കുത്തുബിയത്ത് പഠിപ്പിച്ചു. ചുഴലിക്ക് കുത്തുബിയത്ത് അറിയില്ല എന്ന് പറഞ്ഞു. പോർണ്ണ ഞാൻ കുത്തുബിയത്ത് പണ്ട് കുറെ ഓതിയതാണ്, അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ, ജാഹിലിയത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു? കുത്തുബിയത്തിന്റെ തുടക്കത്തിലുള്ള എന്നാൽ ഖുതുബിയ്യത്തിൽ പെടാത്തതാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്ന ചില വരികൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ശിർക്കൊന്നുമില്ല, ഇത് തവസ്സുൽ മാത്രമേ ഉള്ളൂ. നേർക്ക് നേരെ വൈദ്യ ശേഖനെ വിളിക്കലൊന്നുമില്ല. പിന്നെ എന്തേ ഉള്ളൂ? വൈദ്യ ശേഖനെ ഇടയാടനാക്കലേ ഉള്ളൂ. അപ്പൊ അഹ്സനി അപ്പുറത്തുനിന്ന് പേരോടിന് കുത്തുബിയ്യത്ത് അറിയാത്തോണ്ട് അങ്ങനെ പറയുന്നത്. കുത്തുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വൈദ്യ ശേഖൻ എന്താക്കല? നേർക്ക് നേരെ വിളിക്കലാണ്, നേർക്ക് നേരെ സഹായം തേടലാണ്. അത് പറ്റും, വിളിക്കണം എന്ന് ഇപ്പുറത്തുനിന്ന് അഹ്സനി. അർത്ഥത്തിൽ രണ്ടും ബാത്തിലാണ്. കഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തിൽ നിന്നും വീണവനെ പോലെ. ആരെപ്പറ്റിയാ ഈ പറയുന്നത്? എന്താ ഈ പറയുന്നത്? അള്ളാഹു ആരാണ്? തൗഹീദ് എന്താണ്? ഒരു പിടുത്തം ഉണ്ടാവില്ല, എന്തെങ്കിലും അങ്ങ് പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബ് അറിയും. അള്ളാഹു എപ്പോ അറിയിക്കുന്നുവോ അന്നേരം. ചില സംഭവങ്ങളുണ്ട്. ബദർ യുദ്ധത്തിൽ എത്ര പേരാണ് ചത്തത് മുശ്രിക്കീങ്ങളിൽ? 70 പേര്. എത്ര പേരെ തടവാക്കി, ബന്ദികളാക്കി? ബദറൊന്നും അറിയില്ലെങ്കിൽ പിന്നെന്താണ് ഹബീബ് കാര്യം? 70 ആളെ. 70 ആളെ കൊന്നു, 70 ആളെ തടവിലാക്കി. അതിൽ 2 എണ്ണത്തിനെ മദീനത്തേക്കുള്ള വടി വെച്ചിട്ട് കൊന്നു. ബാക്കി 70-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. ആരായിരിക്കും? അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചോദിക്കുമ്പോൾ ഉത്തരം പുള്ളർ പറയട്ടെ കേട്ടോ, നിങ്ങൾക്ക് അറിയില്ല. പുള്ളറോ പറയേണ്ടത്, അവരതിനെ പഠിക്കേണ്ടത്. നമ്മളടുത്ത ചുക്കാൻ പിടിക്കേണ്ട മനുഷ്യന്മാരായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പാനയുടെ പൃഥ്വിയ ബാപ്പാന്റെ സഹോദരൻ, ഭയങ്കര ഇഷ്ടമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ നേരത്തെ മുസ്ലിമായി എന്ന ഉലമാക്കളുടെ അഭിപ്രായം. എന്നാൽ മക്കത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കാൻ പറഞ്ഞു. എന്തിന്? രഹസ്യം ചോർത്താൻ, ഖുറൈശികളുടെ അവസ്ഥകൾ എത്തിച്ചു കൊടുക്കാൻ. ബദർ യുദ്ധത്തിന് അദ്ദേഹം നിർബന്ധിതനായി പുറപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബാക്കളോട്, അബ്ബാസിനെ നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ വധിക്കരുത്. കാരണം നിർബന്ധിതനായി വന്നതാണ്, യുദ്ധം ചെയ്യാൻ വരുന്നല്ല. എന്തായാലും അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ പിടിക്കപ്പെട്ടതിന്റെ പിറകിൽ ഒരു സംഭവമുണ്ട്, സാന്ദർഭികമായിട്ട് പറയാം. അള്ളാഹു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വഇദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, അള്ളാഹു നിങ്ങളെ സഹായിച്ചതാണ്. ആ സഹായം വന്നെങ്ങനെയാണ്?
ആകാശത്തിൽ നിന്ന് ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ തുടരെ വന്ന 1000-ഓളം വരുന്ന മലായികത്തിനെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചു. താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു, ചരിത്രത്തിൽ ഒരിക്കലും ബദർ യുദ്ധത്തിൽ വന്ന് ഇടപെട്ട് യുദ്ധം ചെയ്ത പോലെ മലായികത്ത് പിന്നെ ഒരിക്കലും ദുനിയാവിൽ വന്നിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. അത്ര വലിയ സഹായം കിട്ടിയത്. അപ്പൊ അവരുടെ പ്രവർത്തികളിൽ ചിലത് ചില സ്വഹാബാക്കൾക്ക് അനുഭവപ്പെട്ടു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഒരു മഞ്ഞ തലപ്പാവ് കെട്ടിയിട്ടാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. അത് ധീരതയുടെ അടയാളമാണ് അവർക്ക്. മലായികത്ത് വന്നതും അതേ നിറത്തിലുള്ള വസ്ത്രം ഉടുത്തിട്ടാണ്. ഉലമാക്കൾ പറഞ്ഞു അത് സുബൈർ ബിൻ അവ്വാമിനുള്ള ഒരു ആദരവായിരുന്നു അള്ളാഹുവിന്റെ അടുത്ത്. അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിലാണ് മലക്കൾ ഇറങ്ങിയത്. പല സഹാബാക്കളും പറഞ്ഞു, നമ്മൾ ചാട്ടവാറിന്റെ ശബ്ദം കേട്ടു. നമ്മളെ കൈമലിൽ ആർക്കും എന്തില്ല, ചാട്ടവാർ ആയുധമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുമില്ല. യുദ്ധത്തിന് ശേഷം ചില മുശ്രിക്കുകളെ പരിശോധിച്ചപ്പോൾ അവരുടെ മുഖത്തും ദേഹത്തും ചാട്ടവാറിന്റെ അടികൊണ്ട അടയാളം നമ്മൾ കാണുകയുണ്ടായി. മലായികത്തിന്റെ പ്രവൃത്തിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നല്ല തടിയും ഇതുകൊണ്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ തടവിലാക്കുന്നത് വളരെ ഭാരം കുറഞ്ഞ ബലഹീനനായ ഒരു അൻസാരിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്നെ തടവിലാക്കിയത് ഇയാളല്ല, എന്റെ ബലത്തിന് ഇയാൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല. പക്ഷെ വെളുത്ത വസ്ത്രധാരിയായ മുട്ടോളം രോമം പൊതിയപ്പെട്ട ഒരു കുതിരപ്പുറത്തുള്ള ഒരാളായിരുന്നു എന്നെ പിടിച്ചത്. എന്നെ പിടിച്ചിട്ട് ഇയാൾക്ക് കൊടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ അദ്ദേഹം അപ്പുറത്ത് അൻസാരി പറഞ്ഞു, അല്ലല്ല, ഞാനാ പിടിച്ചത്. ഒരാളെ ബന്ദിയാക്കി അതിന്റെ എന്ത് കിട്ടും, ഗനീമത്ത് കിട്ടും, ഞാനാ പിടിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്കുത്ത്, മിണ്ടല്ല, അത് അള്ളാഹു മലക്കിനെ കൊണ്ട് നിന്നെ സഹായിച്ചതായിരുന്നു. അങ്ങനെ പിടിക്കുന്ന അബ്ബാസിനെ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബന്ദികളെ മോചന ദ്രവ്യം കൊടുത്തിട്ട് ഒഴിവാക്കാൻ തീരുമാനമായി. അബ്ബാസ് റളിയല്ലാഹു അൻഹു പണക്കാരനാണ്. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ശരിക്കും അറിയാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചാരിക്കുന്നത്, എന്റെ അനിയന്റെ മോനല്ലേ, അപ്പൊ എന്നുമായിട്ടുള്ള ആ ബന്ധം വെച്ചുകൊണ്ട് ചിലപ്പോ എന്നെ എന്ത് ചെയ്യും, വെറുതെ വിടും, പോയിക്കൊന്ന് പറയും, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും കുറച്ചെന്തെങ്കിലും വാങ്ങിച്ചു വിടും. സംഭവിച്ച നേരെ തിരിച്ചാണ്. പണക്കാരൻ ആണെന്ന് റസൂലുള്ളാഹിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ തുക അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭാര്യ ഉമ്മുൽ ഫദ്ലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി, ഞാൻ എന്റെ പൈസയൊക്കെ ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, ഞാൻ യുദ്ധത്തിനാ പോകുന്നത്. ചിലപ്പോ ഞാൻ കൊല്ലപ്പെട്ടാൽ നീ മക്കളെയും കൂട്ടി പോയിട്ട് അത് എടുക്കണം, എന്നിട്ട് മക്കൾക്ക് അത് വീതിച്ചു കൊടുക്കണം. ഉമ്മുൽ ഫദ്ൽ പറഞ്ഞു, ആയിക്കോട്ടെ. ഉമ്മുൽ ഫദ്ൽ എന്ന് മുസ്ലിമത്താണ്. അന്ന് മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കരുത് എന്ന നിയമം പാസ്സായില്ല, അതിന് മുമ്പായത്. അവരന്ന് മുശ്രിക്കത്താണ്. പക്ഷെ അവർ 2 ദുആ ചെയ്യുന്നു. ഒന്ന്, ഇസ്ലാം ജയിക്കണം, മുശ്രിക്കീങ്ങൾ തോക്കണം. എന്നാലോ മുശ്രിക്കീങ്ങളുടെ കൂടെ പട്ടാളത്തിലുള്ള എന്റെ ഭർത്താവും രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരണം. അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. എന്റെ കൈമേൽ പൈസയൊന്നും ഇല്ലല്ലോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്ത് തരാന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഉമ്മുൽ ഫദ്ലും കൂടെ ആ കുഴിച്ചിട്ട പൈസ പിന്നെ ആർക്കുള്ളതാ? അവനെട്ടി. അബ്ബാസ് തന്നെ പറഞ്ഞു, എനിക്ക് ഉറപ്പായി നീ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാ. കാരണം അദ്ദേഹത്തിനും ഉമ്മുൽ ഫദ്ലിനും അല്ലാണ്ട് വേറൊരു മഖ്ലൂക്കിന് അതറിയില്ല. അങ്ങനത്തെ ചില സംഭവങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഗൈബ് അറിയിച്ചു കൊടുത്തു. ബദർ യുദ്ധത്തിന് ശേഷം നേതാക്കന്മാരെല്ലാം ചത്തൊടുങ്ങി. പിന്നെ നേതൃത്വത്തിൽ വരുന്നത് അവരുടെ മക്കളാണ്. അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഉപ്പ നരകത്തിലേക്ക് പോയി, മോൻ പിന്നെ സ്വർഗത്തിലേക്കും പോയി. എന്നാണ് അള്ളാന്റെ കളി. ഹിദായത്ത് ആർക്ക് കിട്ടാന്ന് പറയാൻ കഴിയില്ല. ഉമയ്യത്തിന്റെ മകൻ സഫ്വാൻ. ഉമയ്യത്ത് ബിൻ ഖലഫിനെ ഓർമ്മയുണ്ടോ? ആരാ മുതലാളി? താനിക്ക് ശരിക്കും പഠിക്കണം, താനിക്ക് ഇങ്ങനെ വായിക്കണം, ചരിത്രം നല്ലോണം കേൾക്കണം. ബിലാലിന്റെ മുതലാളി റളിയല്ലാഹു അൻഹു. ബിലാൽ ബിൻ റവാഹന്റെ മുതലാളിയാണ് ഉമയ്യ, അയാളുടെ മോനാണ് സഫ്വാൻ. ബദർ യുദ്ധത്തിന് ശേഷം സഫ്വാന് ഭയങ്കര ദേഷ്യം റസൂലുള്ളാഹി തങ്ങളോട്. കാരണം ഉപ്പാനെ കൊന്നല്ലോ, എങ്ങനെയെങ്കിലും വകവരുത്തണം
എന്ത് ചെയ്യും? അംബ്ര എന്ന് പേരുള്ളൊരു ചങ്ങാതി ഉണ്ട്, ഫുൾ പേര് ഞാൻ മറന്നുപോയി. ഈ സഫ്വാൻ ഭയങ്കര ചങ്ങായിമാരാണ്. ഒരു ദിവസം അയാളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിനെ കൊല്ലണം. ആര് ചെയ്യും? നിനക്ക് പറ്റുമോ? സഫ്വാൻ ചോദിക്കാം. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് കുറെ കടമുണ്ട്, എനിക്ക് കുറെ പെൺമക്കളുണ്ട്, ഞാൻ പോയി കഴിഞ്ഞ് അഥവാ മരിച്ചു പോയാൽ ഈ മക്കളുടെ കാര്യം എന്തായി പോവും. അപ്പൊ സഫ്വാൻ പറഞ്ഞു, അത് ഞാൻ ഏറ്റു. ഈ മക്കളുടെ കാര്യത്തിലാണ് പ്രയാസപ്പെടുന്നെങ്കിൽ എന്റെ പെൺമക്കളെ നോക്കുന്ന പോലെ ഞാൻ നിന്റെ പെൺമക്കളെ നോക്കും, നിന്റെ കടം മൊത്തം ഞാൻ വീട്ടും. സഫ്വാൻ വലിയ പൈസക്കാരാണ്, ഉമയ്യ വലിയ പൈസക്കാരനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓക്കെ ഞാൻ പോയിക്കോളാം. അദ്ദേഹം വീട്ടിൽ ചെന്നു, ഉള്ളതിൽ ഏറ്റവും നല്ല വാളെടുത്തതിൽ വിഷം പുരട്ടി, എന്നിട്ട് മദീനത്തേക്ക് വിട്ടു. ഒറ്റയ്ക്ക് മുഖമെല്ലാം പൊതിഞ്ഞ് മൂടിക്കെട്ടി. കാരണം മരുഭൂമിയിലെ യാത്രയല്ലേ, 2 ആഴ്ചയോളം യാത്ര പിടിക്കും. അങ്ങനെ പോന്നു. മദീനത്തെത്തുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലെടുത്ത് വെച്ച് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചില സഹാബാക്കളും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൂരത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട്, വാളും കൈവരുന്നുണ്ട്. യുദ്ധസമയത്ത് അവരെന്ത് ചെയ്യും? വാളങ്ങനെ അണിഞ്ഞിട്ട് വരുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലാക്കി. അങ്ങനെ ഒരു ഫറാസത്തുണ്ട്, ഒരു പ്രത്യേക കഴിവാണ്. ചില മനുഷ്യന്മാർക്ക് അത് ഉണ്ടാവും. ചില ആളുകളുടെ മുഖം കണ്ടാൽ, കണ്ണ് കണ്ടാൽ ഇന്നാളെന്ന് മനസ്സിലാവും. ഉമർ കടന്നു പിടിച്ചു. ഇത് ഉമർ ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച പേരെന്താ അറിയോ? കൽബ് എന്ന് പറഞ്ഞാൽ പട്ടി. ആ നായല്ലേ ആ വരുന്നത്, കുഫറിന്റെ നേതാവ് എന്ന് പറഞ്ഞിട്ട് വാളൂരി. പക്ഷെ അദ്ദേഹം വന്നു. ഉമറെ, ഞാൻ അങ്ങനെ വന്നല്ല എക്സ്ക്യൂസ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോയി. റസൂലുള്ളാഹി ചോദിച്ചു, നീ എന്തിനാ വന്നത്? അത് എന്റെ ഒരു മോൻ, അദ്ദേഹത്തിന്റെ മോൻ ബദറിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ഓനെ മോചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ മോചിപ്പിക്കാൻ വന്നത് നിന്റെ കൈമൽ എന്തിനാ വാളും? അല്ല, അത് ഞാനൊരു യാത്രയിലാണ്, യാത്രയിൽ ചിലപ്പോൾ ആയുധ ആവശ്യമുണ്ട്, അങ്ങോട്ട് എത്തിയപ്പോ ഊരാൻ മറന്നുപോയതാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അംറേ, നീയും സഫ്വാനും കഅബന്റെ മുന്നിൽ വെച്ച് എന്നെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് വന്നതല്ലേ? അമ്രെന്താ ചെയ്തറിയോ? അപ്പൊ തന്നെ വാളൂരാട് വെച്ചിട്ട് കൈപിടിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കൊല്ലാൻ വേണ്ടി വന്ന ആള് പിന്നെ പോകുന്നത് മുസ്ലിമായിട്ടാണ്. അപ്പൊ ആ സമയത്ത് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ചില സന്ദർഭങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് ഇത്. വാബിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി വന്ന കാര്യം അങ്ങോട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, നീ നന്മയെ പറ്റി ചോദിക്കാൻ വന്നതാണല്ലോ. ശരിക്കും ഈ ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് വിശ്വസിക്കൽ നമ്മളുടെ അഖീദന്റെ ഭാഗമാണ്. അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അറിയുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ഈമാൻ ബാത്തിലായി, ഷഹാദ ബാത്തിലായി. അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അള്ളാഹുവിന് മാത്രമേ അതറിയുള്ളൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്. അവർ പറഞ്ഞു, മൻ ഹദ്ദസക, ആരെങ്കിലും നിന്നോട് പറയാണ്, അന്നഹു യഅലമു മാ ഫീ ഗദിൻ, അവൻ നാളെയുടെ കാര്യം, നാളത്തെ കാര്യം അറിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഫഖദ് കദബ, അവൻ കളവ് പറഞ്ഞിരിക്കുന്നു. ഇല്ല, അങ്ങനെ ഒരാൾക്കും അറിയാൻ സാധിക്കൂല. ഖുറാഫികളുടെ കഥകൾ മൊത്തം, ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കഥകൾ വരെ അറിയുന്ന ഔലിയാക്കളാണ്, കളവാണ്. സുമ്മ ഖറഅത്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഓതി, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഒരു ദിവസം ചില ആളുകൾ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചു. അള്ളാഹ്ക്ക് മാത്രമേ ഗൈബ് അറിയുള്ളൂ, അത് നമ്മുടെ വിശ്വാസം. എന്നാൽ ചില കൈനോട്ടക്കാരൊക്കെ പറയുമ്പം ചിലതെന്തായി പോകുന്നുണ്ട്, ഹക്കാവുന്നുണ്ട്. അതാണ് കാഹിൻ, ജ്യോത്സ്യന്മാര്. അപ്പൊ ചില ആൾക്കാർ പറയുന്നല്ലോ, നിങ്ങൾ എത്ര എതിർത്താലും ഇന്ന കാര്യം മോൻ പറഞ്ഞ പോലെ ആയല്ലോ. അല്ലെങ്കിൽ എന്നെ പറ്റി അത്ഭുതത്തോടെ പറയും, എന്റെ മുഖം നോക്കിയിട്ട് ആ ചങ്ങായി കടപ്പുറത്ത് പോയപ്പോ ഇങ്ങനെ പറഞ്ഞതായും 2 കാര്യം ഉള്ളത് തന്നെയാണ്. അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇന്നഹും ലൈസൂ ബിശൈഇൻ, അവരൊന്നുമല്ല. അങ്ങനെ അവർക്ക് എന്തെങ്കിലും അറിയും എന്നൊരു വിശ്വാസവും നിനക്ക് വേണ്ട, അവരൊന്നുമല്ല. ഫഖാലു, അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫഇന്നഹും യുഹദ്ദിസൂന ബിശൈഇ യകൂനു ഹഖ്ഖൻ,
അവര് പറയുന്ന കാര്യത്തിൽ ചിലത് സത്യമാവുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആൾക്കാരും പറയാറുണ്ട്, തങ്ങളെ കാണാൻ പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ, എടി ആ പെണ്ണുങ്ങൾ പോയിട്ട് ഗർഭിണിയായി അങ്ങനെ പറയല്ലേ. മാണിയൂർ ഉസ്താദിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയിട്ട് ഗർഭിണിയായി എത്ര ആൾക്കാരെ കാണിച്ചെന്നാ ചോദിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, തിൽകൽ കലിമതു മിനൽ ഹഖ് യഖ്തഫുഹാ അൽ ജിന്നിയു ഫയുഖർഖിറുഹാ ഫീ ഉദ്നി വലിയിഹി കഖർഖറത്തി الدجاجة فيخلطون فيه أكثر من 100 كذبة رواه البخاري. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ജ്യോത്സ്യന്മാർക്ക് ആരുമായി ബന്ധമുണ്ടാവും? ജിന്നുമായിട്ട് ബന്ധമുണ്ടാവും. ജിന്നുകളുമായിട്ടുള്ള ബന്ധം ശിർക്കിലൂടെ അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമേ അല്ല. ജിന്നിനോട് ഇസ്തിംതാഉ പറ്റും മനുഷ്യന്. പക്ഷെ ആ ഇസ്തിംതാഉ പറ്റുന്നത് ജിന്ന് ആവശ്യപ്പെടുന്ന തരത്തിൽ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ചിലപ്പം പരിശുദ്ധ ഖുർആൻ വെച്ച് അതിന്റെ മുകളിൽ മൂത്രമൊഴിക്കാൻ വരെ ജിന്ന് പറയും. ജിന്നുമായി ബന്ധപ്പെട്ട ശിർക്കാണ്. അതുകൊണ്ടാ ഉലമാക്കൾ പറഞ്ഞ റുഖിയ്യത്തു ശർഇയ്യ അസ്ലൻ അനുവദിക്കപ്പെട്ട സംഗതിയാണ്, സംഗതി ഉണ്ട്. പക്ഷേ ജിന്നിനോട് വർത്താനം പറയാ, ജിന്നിനോട് സലാം പറയാ, ജിന്നിന്റെ വിശേഷങ്ങൾ ചോദിക്കാം, അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്ന് റുഖിയ്യത്തു ശർഇയ്യ എന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസ് മുഴുവൻ പരിപാടിയും ഇല്ല, ജിന്നിനോട് വർത്താനം പറയാം. ഈ നടക്കൊരു നോട്ടീസ് ഉണ്ട്, തിരുവനന്തപുരത്തുള്ള ഒരു റാഖി, നമുക്കൊക്കെ അറിയുന്ന ഒരാളാണ്. അച്ചങ്ങായി പരസ്യം കൊടുത്തിരിക്കുകയാണ്, ഈ ചികിത്സ, ജിന്ന് ചികിത്സ, റുഖിയ്യ ശർഇയ്യ, ഇത്ര പൈസ, ഇത്ര. കൊയിലാണ്ടിന്ന് ഒരു ചങ്ങായി വിളിച്ചു തന്നെ, ഏറ്റവും പറഞ്ഞു, ഉസ്താദേ ഈ ആൾക്കാര് പൈസ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത് റുഖിയ്യ ചെയ്യാൻ. ഇത്ര പൈസ വേണം, 1 മണിക്കൂർ ഓതി തരാം, പൈസ എത്ര ഉണ്ടാവും പറയാം. കാസർഗോഡ് ഏറ്റവും നല്ല ഡോക്ടർ ആരാ? സുനിൽ ചന്ദ്രൻ. ഫീസ് എത്ര? 400 ഉണ്ടാവും, സ്വാഭാവികം 400. പക്ഷെ റാക്കിന്റെ ഫീസ് എത്ര? നിങ്ങൾക്ക് വല്ല ഇതുണ്ടോ? 10,000 രൂപ, 10,000 റാക്കിന്റെ ഫീസ്. അപ്പൊ പറഞ്ഞു വാങ്ങും, അത് ചോദിച്ചു വാങ്ങും. അതിന് തെളിവ് എവിടെ? തെളിവ് എന്താ പറയാന്ന് വെച്ചാൽ, സഹാബാക്കൾ ഒരു ദിവസം ഒരു യാത്രയിൽ ഒരു ഗോത്രത്തിന്റെ അടുത്തെത്തി. അങ്ങനെ അവരവിടെ താമസിക്കാനുള്ള ഭക്ഷണം മറ്റും ചോദിച്ചു. അപ്പൊ ഗോത്രക്കാരൻ സമ്മതിച്ചില്ല. അന്ന് രാത്രി ആ ഗോത്ര നേതാവിന് ഒരു തേട് കുത്തി. അപ്പം അവര് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും റുഖിയ്യ ചെയ്യുന്ന ആളുണ്ടോ? റുഖിയ്യ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാം, മന്ത്രിക്കാന്ന് പറയരുത്. മന്ത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് തെറ്റിപ്പോയി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മന്ത്രമല്ല, ദുആ. അസ്സഹാബി ഫാത്തിഹ ഓതി സംഭവം ശരിയായി. അവര് സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? ഒരാടിനെ അവർക്ക് ഹദിയ കൊടുത്തു. സഹാബി ഓതുന്നതിന് മുമ്പ് ഇരിക്കുന്ന ആടിനെ തന്നെന്ന് പറഞ്ഞിട്ടല്ല ഊതി കൊടുത്തത്, സന്തോഷം കൊണ്ട് അവര് കൊടുത്തു. അതുകൊണ്ട് അവർ റസൂലുള്ളാഹിയുടെ അടുത്തെത്തി മദീനത്ത്. അവർ തിന്നില്ല. അവിടെ ചെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായി, അപ്പൊ ഇങ്ങനെ തന്നു, തിന്നോട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, തിന്നോളി, എനിക്കും കുറച്ച് തന്നോളി. അനുവദിക്കപ്പെട്ടതാണ്, ഒരാളങ്ങനെ കൊടുത്താൽ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ആ തെളിവ് വെച്ചിട്ട് എന്തിനു തെളിവ് പറയാൻ പറ്റൂല? ഞാൻ ഓതാൻ വേണ്ടി വരുന്നുണ്ട്, എന്ത് ചെയ്യണം? 10,000 രൂപ എടുത്തു വെച്ചോ. അത് അനുവദിക്കപ്പെട്ടതല്ല, അതൊരു ബിസിനസ്സായി മാറി. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ആ ബിസിനസ് മൈൻഡ് ഉണ്ടായവരായിരുന്നിരിക്കണം ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തുടക്കി വെച്ച്. ഇപ്പൊ അങ്ങനെ തോന്നുന്നു ആ പരിപാടിയെല്ലാം കാണുമ്പോൾ. ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ ചില സംവിധാനങ്ങൾ, കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനും ആ പരിപാടിക്ക് വേണം. ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മുസ്ലിം ഉമ്മത്തിന് ആ ദുആകൾ പഠിപ്പിക്കുക. ദുആ എന്ന് പറയുമ്പോ ഏതാ? ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദതൈൻ, ആയത്തുൽ കുർസി, ആമിന റസൂലും ഉണ്ട്. പിന്നെ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 2 ആയത്തുകളും ഉണ്ട്. അത് ഓതുക. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പിന്നെ ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീക വമിൻ ശർരി കുല്ലി നഫ്സിൻ വഅയ്നി ഹാസിദിൻ അല്ലാഹു യസ്ഫീക ബിസ്മില്ലാഹി അർഖീക. നമ്മൾ ഇതിന്റെ ആശാനായിരുന്നു കുറച്ച് മുമ്പ്. പിന്നെ എങ്ങനെ കയ്യിലൂതുക, ശരീരം തടവുക. ഇത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ചെയ്യാൻ പറയുക. ഇതാണ് ശരിക്കും വേണ്ടത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതും അതാണ്. പക്ഷെ ഇന്നെന്തായി? പഠിപ്പിക്കാൻ തയ്യാറല്ല. പിന്നെന്ത് പറയുന്നു? വിളിച്ചാൽ മതി, നമ്മൾ വന്നോളാം, കച്ചവടാക്കി. മാത്രമല്ല, അവർ ജിന്നിനെ ഹാജറാക്കുന്നുണ്ട്, ജിന്നിനോട് സംസാരിക്കുന്നുണ്ട്, ജിന്നിനോട് കശ്ഫിലൂടെ പലതും നടത്തുന്നുണ്ട്. അനുഭവസ്ഥനാണ് ഞാൻ നേർക്ക് നേരെ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. തൗബ ചെയ്തു. അത്തൗബ തഹ്ദിമു മാ ഖബ്ലഹ. അത് പാടില്ല. എല്ലാ സലഫികളും പറഞ്ഞു, ജിന്നിനോട് ഇസ്തിംതാഅ്, സംസാരിക്കുക, സലാം പറയുക, വിശേഷം ചോദിക്കുക പാടില്ലാത്തതാണ്. അവരങ്ങ് വിട്ടോളണം. അങ്ങനത്തെ ഒരു ഖൗമുണ്ട് ദുനിയാവിൽ. ജിന്നെന്ന് പറയുന്ന ടീമുണ്ട്. അവര് മനുഷ്യരെ ഉപദ്രവിക്കുകയും ചെയ്യും. ആ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ കോട്ട കെട്ടിയാൽ മതി. രാവിലത്തെ അതുക്കാറ്, വൈകുന്നേരത്തെ അതുക്കാറ് ചെല്ലിയാൽ മതി. അപ്പോ കാഹിൻ, ജ്യോത്സ്യന്മാര് ജിന്നുമായിട്ട് കണക്ഷൻ ഉള്ളവരാണ്, മുശ്രിക്കുകളാണ്. ആ ജ്യോത്സ്യന്മാരെ കൂട്ടത്തിൽപ്പെടും നമ്മുടെ കൗമിലുള്ള, നമ്മുടെ കൗം മീൻസ് മുസ്ലിം നാമധാരികളിൽപ്പെട്ട ഇസ്മിന്റെ പണിക്കാർ. ഇസ്മിന്റെ പണി എന്ന് പറയാം, ചെമ്പെഴുതുക, തകിടെഴുതുക. അവര് പലതും ചെയ്യുന്നത് ജിന്നിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു തങ്ങള് മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൗബ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗബ ഖബൂലാക്കട്ടെ. മംഗലാപുരം ഭാഗത്തൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ എന്തോ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ, എന്താ പറയാ, പിശാചുബാധ ഏറ്റിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് അവർ പറയുന്നു. അദ്ദേഹം എന്താ ചെയ്തെന്നറിയാം? ഒരു കോഴി നടത്തും, വീടിന്റെ ചുറ്റും അതിന്റെ രക്തം ആക്കി. പെണ്ണ് ക്ലിയർ, ആള് ക്ലിയറായി. അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് ചെയ്താൽ മതി. ഇസ്ലാം പുറത്തായി. സംഭവം തങ്ങളുടെ ഷജറയിലുണ്ട്. ഉപ്പ വഴി റസൂലുള്ളാഹിയിലെത്തും, ഉമ്മ വഴി അബൂബക്കറിലെത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല. ഇത് അദ്ദബഹുലില്ല, അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി അറബ് നടത്തി, ജിന്നിനെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ ഷർറ് പോയി. അതാണ് ശിർക്ക്. അത് ചെയ്യിപ്പിക്കാനാണ് ശൈത്താൻ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഉപദ്രവിച്ച് ശിർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഉപദ്രവിക്കുന്ന സമയം അവനെ തടയാനുള്ള പരിചയാണ് അദ്ദിക്ർ. രാവിലത്തെ വൈകുന്നേരത്തെയും അദ്കാർ. മുസ്ലിം ഉമ്മത്തിന്റെ ഹിസ്നുൽ മുസ്ലിം. എന്താ ഹിസ്നുൽ അർത്ഥം? കോട്ട, കോട്ട. അദ്കാർ അത് വീട്ടിൽ ചെയ്യും. മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളുടെ മകളെയും ജാഫറിന്റെ മോനെയൊക്കെ മടിയിൽ ഇരുത്തിയിട്ട് ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് ഓതി ഊതാറുണ്ട്. അത് ചെയ്താൽ മതി, ഖലാസ്. വേറൊന്നും ചെയ്യാനില്ല നമുക്ക്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാഹിനികളെ, ഈ പറയപ്പെട്ട അമുസ്ലിമീങ്ങളായ ജ്യോത്സ്യന്മാരെ വരെ കാണാൻ മുസ്ലിം നാമധാരികൾ പോകുന്നുണ്ട്. അവർ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് അവരുടെ ആളായ ജിന്ന് കോഴി കുറുകുന്ന പോലെ വന്ന് ചെവിയിൽ കുറുകി കൊടുക്കും. ഇന്ന കാര്യം, ഇന്ന കാര്യം, ഇന്ന കാര്യം. അതിനോടൊപ്പം മോനെന്ത് ചെയ്യും? 100 കളവുകൾ കൂട്ടിച്ചേർത്തിട്ട് അങ്ങ് അടിക്കും. അതിലൊന്ന് ചിലപ്പോ എന്താവും? സത്യവും. കാരണം ജിന്നിനെ നമുക്ക് കാണാൻ കഴിയില്ല, അവർക്കോ നമ്മളെ കാണാൻ പറ്റും. അപ്പൊ ഇവനാടെ പോയിട്ടുണ്ടാവും ആ ജിന്നിനറിയാം. ഓൻ വന്നിട്ട് ഓന്റെ മുശ്രിക്കായ ചങ്ങായിക്കത് പറഞ്ഞു കൊടുക്കും. അതിന്റെ കൂടെ 100 കളവും കൂട്ടിയിട്ട് ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഒന്നെന്ത് വരും? ഈ പോയത് വരും. ബാക്കി എല്ലാം ആ പോയവൻ വിശ്വസിക്കും. അല്ലാതെ ഗൈബ് അറിഞ്ഞിട്ട് പറയുന്നതല്ല. എത്രത്തോളം അറിയോ? നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികൾ മീൻസ് സമസ്തക്കാരെന്ന് പറയാം. AP ആയാലും EK ആയാലും 2 കൂട്ടക്കാരും ആ വിഷയത്തിൽ സമം. സമസ്തക്കാരെ മുശ്രിക്കാക്കുന്നതല്ല കേട്ടോ. പിന്നെയോ ഈ പരിപാടി ചെയ്യുന്നോനാരാണ്? മുശ്രിക്കാൻ. ഇന്നാള് മുശ്രിക്കാന്ന് പറയുന്നില്ല, നമുക്ക് അവകാശമില്ല, പറയാനുള്ള ഇൽമുമില്ല, അധികാരമില്ല. എന്നാൽ ഇന്ന് പ്രവൃത്തി ചെയ്യുന്നവൻ ഇസ്ലാമിന്റെ ഹുക്മ് പ്രകാരം മുശ്രിക്കാണ്, മുസ്ലിമല്ല. ആ അവസ്ഥയിൽ അവൻ മരിച്ചാൽ വല്ലാഹി അവൻ നരകത്തിലാണ്, സംശയമില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തെല്ലാം കഥകളാണ് പറയുന്നത്? ഗൈബ് അറിയുന്ന കഥകൾ, മനസ്സറിഞ്ഞ കഥകൾ. ഒരിക്കൽ CM-ന്റെ അടുത്ത് ആരോ ഇറച്ചി കൊണ്ടേ കൊടുത്തു, ബീഫ്.
തിന്നണ്ട. അതേതോ സെലഫി അറുത്തതാണ്, സെലഫി അറുത്ത് മുസ്ലിം അല്ലാത്തവൻ അറുത്തതാണ്, അത് ഹറാമാണ്. ഈ പറയുന്നത് ഈ ഭ്രാന്ത് വിളിച്ച് ഞങ്ങൾ പറയാണ് സെലഫി അറുത്ത്. ആകെ സെലഫി അറുത്തതേ ഹലാലാവുള്ളൂ. ഇന്ന് ഉപ്പാനെ കാണാൻ വേണ്ടി ആൾ വന്നു പാറക്കടവ് നാദാപുരം. ഉപ്പനെ ഭർത്താനം കേട്ടപ്പോൾ എനിക്ക് ജയിച്ചാൽ ഓർമ്മ വന്നു. പറ്റിയ കൂട്ടാണ് രണ്ടും. തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ്, അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞു കാസർഗോഡ് പറ്റിയൊരു ടീമുണ്ട്, അയാൾ 15 കൊല്ലമായിട്ട് ഇറച്ചി തിന്നില്ല. ഹോട്ടലിൽ കയറി തിന്നാം, അസുരം നമുക്ക് ഹലാലാണ്, ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ആറാമാണോ ഹലാലാണോ അല അടുത്ത് ചോദിക്കൊന്നും വേണ്ട. പക്ഷെ ഊര് പറയാണ് എനിക്ക് പറ്റുന്നില്ല. 15 കൊല്ലായിട്ട് അഥവാ ഇറച്ചി തിന്നാൻ പൂതി വന്നാൽ ഞാൻ നേരെ എന്ത് ചെയ്യും, ഇറച്ചി ഷോപ്പ് പോയിട്ട് പറയും ഞാൻ അറുത്തോളാം. പോത്തിനായാലും ആടിനായാലും ഇറച്ചി ഞാൻ ഇറക്കും. എന്നിട്ട് ഒരു 10-15 കിലോ ഇറച്ചി വാങ്ങിയിട്ട് ഞാൻ പോകും. ശരാശരി വെക്കും, ആവശ്യത്തിനെടുക്കും. ഉപ്പ പറഞ്ഞു മാഷാ അല്ലാഹ്, നിർബന്ധിക്കരുത് ആരും. നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉന്നുവാണ്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ഉന്നുവാണ്, വേണ്ട. കാരണം അനുവദിക്കപ്പെട്ടത് എങ്ങനെയുണ്ട് അപ്പുറത്ത്. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് തഖ്വ. അതാണ്. അങ്ങനത്തെ മുവഹ്ഹിദുകളും ഉണ്ട്, അങ്ങനത്തെ തൗഹീദിന്റെ വക്താക്കളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 15 കൊല്ലായിട്ട് നിന്നുന്നില്ല. നമ്മൾ ഉച്ചക്ക് ഹോട്ടലിൽ പോയി, ഇപ്പോൾ ചോറ് എന്താ വേണ്ടത്, ഉപ്പ് വെച്ച് എന്താ വേണ്ടത്, എനിക്ക് നെയ്ച്ചോറും കറിയോ ദാലോ. അപ്പൊ പിന്നെ തൗഹീദ് പ്രസംഗിക്കുന്ന നമുക്ക് ഇറച്ചി തിന്നാൻ പറ്റും. ഉപ്പരങ്ങ് നിൽക്കുമ്പോൾ ഉപ്പ് പറഞ്ഞത് 2 മുട്ട ബിരിയാണി ഉണ്ടാകും. കോഴി വിഷ്ണുവിലാണ് മുട്ടയിടില്ല, മുട്ട ഒന്നല്ല, മുട്ട ബിരിയാണി അടിച്ചു. പക്ഷെ അതാണ് സൂക്ഷ്മത, അത്ര ശ്രദ്ധിക്കണം. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഗൈബ് അറിയില്ല എന്നതിന്റെ തെളിവ്, ഇന്ന അഷ്റഫ റുസുലി അൽ മലകി ഹുവ ജിബ്രീൽ. മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ഉന്നതനായ ദൂതനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ഉന്നതനായ ദൂതനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 പേരുമാണ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. ജിബ്രീൽ ഒന്ന് ചോദിച്ചല്ലോ, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക? ചോദിക്കുന്ന ആളാരാ? ജിബ്രീൽ സയ്യിദുൽ മലായിക. ചോദിച്ച ആരോടാ? അഷ്റഫുൽ മഖ്ലൂഖിനോട്, സയ്യിദുൽ മുർസലീനോട്. മറുപടി എന്താ? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ. ചോദിക്കപ്പെട്ട ആള് ചോദിച്ച ആളെക്കാളും അറിയുന്ന ആളല്ല. അത് 2 ആൾക്കും എന്തറിയില്ല, ഗൈബ് അറിയില്ല. ഇവർക്ക് 2 ഒക്കെ അറിയില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മനുഷ്യന്മാർക്ക് എങ്ങനെയാ ഗൈബ് അറിയാ? ഇല്ല, അങ്ങനത്തെ ഒരു പങ്കതി ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കദിബ, അവൻ കള്ളം പറയുന്ന കള്ളനാണ്, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ വലിയ 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 മഹാന്മാരൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം പച്ച കള്ളന്മാരാണ്, ഒരു സംശയമില്ല. അപ്പോൾ തങ്ങൾ പേരുണ്ടാവും, ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കും, ജിഫ്രിയോ ഖലീലോ ബുഖാരിയോ മുത്തുക്രയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ കള്ളനാണ്. ഈ കളവ് പറയുന്നുണ്ടെങ്കിൽ ഓൻ കള്ളനാണ്, സംശയമൊന്നുമില്ല. ഗൈബ് അല്ലാഹു മാത്രമേ അറിയുള്ളൂ. ഇവിടെ ശരി ഇങ്ങനെ പറയുന്നു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്നോട് നന്മ ചോദിക്കാൻ വേണ്ടി വന്നതാണോ? വഫീ റിവായത്തിൻ, വേറെ ഒരു റിവായത്തിലുണ്ട്, ഖാൽ ഉഖ്ബിറുക ഔ തസ്അലുനി, ഞാൻ നിനക്ക് അറിയിച്ചു തരണോ അല്ല നീ എന്നോട് ചോദിക്കുന്നോ? അതായത് നീ എന്താ ചോദിക്കാൻ വന്നത് നിനക്ക് മനസ്സിലായി, ഈ ഉത്തരം ഞാൻ പറയട്ടല്ല, നീ ചോദിക്കുന്നോ? ഖാല വാബിസ. അപ്പൊ റസൂൽ വാബിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബൽ അഖ്ബിർനി, ഞാൻ ചോദിക്കുന്നില്ല, എന്നാൽ അങ്ങക്ക് അറിഞ്ഞല്ലോ, എനിക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തരും. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഇത തസ്അലുനി അനിൽ ബിദ്ദി വൽ ഇസ്ം, നീ എന്നോട് നന്മയും തിന്മയും ചോദിക്കാൻ വേണ്ടി വന്നല്ലേ? വഹാദാ മിൻ അലാമാത്തിൻ നുബുവ. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, ഇത് നുബുവത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, മുഅ്ജിസത്താണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുത്ലിഅഹു അല്ലാഹു അസ്സ വജല്ല അലാ മാ ജാഅ മിൻ അജ്ലിഹി വാബിസ ഖബ്ല അൻ യസ്അലഹു. വാബിസ എന്താണ് ചോദിക്കാൻ വന്നത്, അത് അദ്ദേഹം ചോദിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു. ثم بين له صلى الله عليه وسلم, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു, അൽ ബിർറു മത്മഅന്നത് ഇലൈഹി അൻ-നഫ്സു വത്മഅന്ന ഇലൈഹി അൽ-ഖൽബ്. നന്മ എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലെങ്കിൽ നഫ്സ് ഏതിലാണോ സമാധാനമടയുന്നത് അതാണ്. വദിദ്ദു വത്മഅനീന, ഈ സമാധാനമടയുക തുമഅനീന എന്ന് പറഞ്ഞാൽ ദിദ്ദുൽ ഖലഖി വൽ ഇൽതിറാബി, ചാഞ്ചല്യത്തിന്റെ എതിര്. ചാഞ്ചല്യം എന്ന് പറഞ്ഞാൽ എന്താ? വേണോ വേണ്ടേ, വേണോ വേണ്ടേ, അതിനെതിരാണ് തുമഅനീന. അത് കിട്ടിയ ആൾക്ക് എന്ത് തോന്നൂല, ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തോന്നൂല. ചെയ്യേണ്ടതാണെങ്കിൽ ആ ചെയ്യണ്ട,
ചെയ്യേണ്ടതാണെങ്കിൽ ആ ചെയ്യാം എന്ന് ഒറ്റടിക്കാതെ നിൽക്കും. അതിനാണ് തുമഅനീനത്ത് എന്ന് പറയുക. അത് മനസ്സിൽ ആ വിഷയത്തിൽ നിനക്ക് തോന്നുന്നുവെങ്കിൽ അത് നന്മയാണ്. وهي الاستقرار وعدم التسرع او القلق. അതാണ് ഇസ്തിഖ്റാർ എന്ന് പറഞ്ഞാൽ സ്ഥിരത. ഒരു വിഷയത്തിൽ നഫ്സ് എന്ത് ചെയ്യുന്നു, ഇത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉറച്ചു നിൽക്കുന്നു, അങ്ങോട്ട് മാറുന്നില്ല. അല്ലെങ്കിൽ ചില കാര്യത്തിൽ ഇത് തെറ്റാണ് എന്ന് നഫ്സ് ഉറപ്പിച്ചു പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യം വരുന്നേ ഇല്ല. അതാണ് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൽ മുത്മഇന്നു വസ്താബിതു. മുത്മഇൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്നവൻ, ചാഞ്ചല്യമില്ലാത്തവൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടമില്ലാത്തവൻ. വദിദ്ദുഹു അൽ മുൻതരിബുൽ ഖലിഖു. അതിന് നേരെ വിപരീതമായിട്ടുള്ള ആളാണ് മനസ്സിലെപ്പോഴും ഈ ചാഞ്ചല്യം വന്നുകൊണ്ടിരിക്കുന്ന ആൾ. റസൂലുള്ളാഹി പറഞ്ഞു മത്മഅന്നത ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹി ഖൽബു. യാനി അതായത് ഖൽബുൽ മുഅ്മിനി വനഫ്സുൽ മുഅ്മിൻ. ഇത് ആരുടെ മനസ്സിനെ പറ്റിയാ ഈ പറയുന്നത്? മുഅ്മിനായ മുവഹിദായ ഒരാളുടെ. അപ്പൊ സാലിഹായ ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു വിഷയത്തിൽ ചാഞ്ചല്യമൊന്നുമില്ലാതെ ഇത് ശരിയാണ് എന്ന് ഉറപ്പിച്ച് മനസ്സ് പറയുന്നുവെങ്കിൽ അത് ബിർറാണ്, അത് നന്മയാണ്. അതേസമയം ഒരു വിഷയത്തെ പറ്റി ഇത് തെറ്റാണ് എന്നവന്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ ഇസ്മു, തെറ്റെന്ന് പറഞ്ഞാൽ മാ ഹാക ഫിൻ നഫ്സി, നിന്റെ നഫ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ വേണോ വേണ്ടേ, ശരിയാണോ ശരിയല്ലേ. വകരിഹത അയ്യത്ലിഅ അലൈഹി നാസു, അത് ജനങ്ങൾ കാണും എന്ന് വിചാരിച്ച് നീ അതിനെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങനത്തേതാണ് തെറ്റ്. ഈസി ആയിട്ട് മനസ്സിലാക്കാം. പാപം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരു മുഅ്മിനിന്റെ മനസ്സ് ഒരിക്കലും തുമഅനീനത്താവൂല, ആ വിഷയത്തിൽ ഒരു സമാധാനം കിട്ടൂല. എന്നാലും തെറ്റായി പോവോ, ചെയ്യണ്ട, അത് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. പിന്നെയോ ആ ഒരു വിഷയം പറയാനോ ചെയ്യാനോ അതെങ്ങാനും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നൊരു പേടിയും വരും. അത് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ചെയ്യാൻ പോകുന്നത് തെറ്റാണ് എന്നാണ്. കാരണം തെറ്റല്ലെങ്കിൽ ആ പേടി വരേണ്ട കാര്യമില്ല. ശൈഖ് ഹഫിളഹുല്ലാഹ് പറഞ്ഞു വഫി റിവായത്തുൽ ഉഖ്റ, വേറെ ഒരു റിവായത്തിൽ ഇപ്രകാരവും വന്നിട്ടുണ്ട് വതറദ്ദദ ഫിസ് സദ്രി, നെഞ്ചിൽ തറദ്ദുദ് ഉണ്ടാവുക, വേണോ വേണ്ടേ വേണോ വേണ്ടേ, അത് വരുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ്, വിട്ടേക്കണം. ഫൽ ഇസ്മു യഹ്സുലു ഫീ നഫ്സിക്, തെറ്റായ കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ അത് വരും. പക്ഷെ വലാകിൻ ലാ തജ്റു അൻ തുദ്ഹിറഹു, അത് പ്രകടിപ്പിക്കാൻ നിനക്ക് ധൈര്യം കിട്ടൂല. അങ്ങനെയുണ്ടല്ലോ, പ്രകടിപ്പിച്ചാൽ ജനങ്ങൾ കാണും കേൾക്കും, അപ്പൊ അവരെന്ത് വിചാരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ലൗ കാന ബിർറൻ, ഇനി അഥവാ നല്ലതാണെങ്കിൽ മാ തറദ്ദത്ത ഫിൽ ഇഅ്ലാനി ബി, അത് പരസ്യമാക്കുന്നതിൽ യാതൊരു സങ്കോചവും ഉണ്ടാവില്ല. സംഭവം മനസ്സിലായോ? നന്മയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫതറദ്ദുക, അപ്പൊ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചാഞ്ചല്യം വരുന്നത് ദലീലുൻ അലാ അന്നഹു ഇസ്മുൻ, അത് പാപമാണ് എന്നതിന്റെ തെളിവാണ്. കാരണം അല്ലാഹു ജഅല ഫീ നഫ്സിൽ മുഅ്മിനി നൂറൻ, ഒരു മുഅ്മിനിന്റെ നഫ്സിൽ അല്ലാഹു ഒരു പ്രകാശം വെച്ചിട്ടുണ്ട്. വമഅരിഫതൻ ബിൽ ഖൈരി വശർരി, ഖൈർ ഏതാണ് ശർ ഏതാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ബോധം ഒരു മുഅ്മിനിന്റെ മനസ്സിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു ഇൻ തത്തഖുല്ലാഹ യജഅൽ ലക്കും ഫുർഖാന, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഫുർഖാൻ ആക്കി തരും. എന്താ ഫുർഖാൻ? അൽ ഫുർഖാൻ ഹുവ അത്തംയീസു ബൈനൽ ഖൈരി വശർ, നന്മ തിന്മകളെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അല്ലാഹു മുഅ്മിനിന് കൊടുക്കും. അതുകൊണ്ടാണ് ശൈഖ് പറയാൻ കാരണം, ഈ നഫ്സ് എന്ന് പറയുമ്പോൾ ആരുടെ നഫ്സിനെ പറ്റി പറയുന്നത്? മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന്റെ. കാരണം അതിൽ അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നന്മ തിന്മയെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക പ്രകാശം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഉപദ്രവകരമായത് ഏതാണ്, ഉപകാരപ്രദം ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിനാണ് ഹാദാ ഹുവൽ ഫുർഖാൻ, അതാണ് ഫുർഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഫനഫ്സുൽ മുഅ്മിൻ, അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ നഫ്സ് യജഅലുല്ലാഹു ഫീഹാ ഫുർഖാനൻ, അതിൽ അല്ലാഹു ഒരു ഫുർഖാൻ ആക്കി കൊടുക്കും. തുമയ്യിസു ബിഹി ബൈനൽ ഖൈരി വശർ, ഖൈറിനെയും ശർറിനെയും വേർതിരിക്കാനുള്ള ഒരു കഴിവായ ഫുർഖാനിനെ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കും. അവിടെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നഫ്സിൽ നന്മ എന്ന് തോന്നി, അത് നന്മയാണ്. തിന്മയാന്ന് പറയുന്നത് അത് തിന്മയാണ്. സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ശ്രദ്ധിച്ചോ കേട്ടോ,
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ അഫ്താക الناس وافتوك افتاك او افتوك المعنى واحد. ജനങ്ങൾ നിനക്ക് ഫത്വ തന്നാലും ശരി, ജനങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച ആലിമീങ്ങൾ, പണ്ഡിതന്മാർ നിനക്ക് ഇത് നന്മയാണെന്ന് പറഞ്ഞ ഫത്വ തന്നു, അങ്ങനെ അവര് തന്നാലും നീ എന്ത് ചെയ്യണം? ഇസ്തഫ്തി ഖൽബക്, നിന്റെ ഖൽബിനോട് ഫത്വ നീ ചോദിക്കണം. ഇനി പണ്ഡിതന്മാര് പറഞ്ഞു ഇത് തെന്മയാണ്, ഫത്വ തന്നു, എന്നാലും നീ എന്ത് ചെയ്യണം? ഇസ്തഫ്തി ഖൽബക്, നിന്റെ ഖൽബിനോട് ഫത്വ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു, വഇൻ അഫ്താക الناس, ആളുകൾ നിനക്ക് ഫത്വ തന്നാലും ശരി, വഅഫ്തൗക, നിനക്ക് അവർ പിന്നെയും ഫത്വ തന്നു, പിന്നെയും ഫത്വ തന്നാലും ഇസ്തഫ്തി ഖൽബക്, നിന്റെ ഖൽബിനോട് നീ ചോദിക്കുക. لكن هذا من باب التأكيد لأن العبرة ليست بمجرد الفتوى من العالم. കാരണം കാര്യത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത് ഒരു ആലിമിൽ നിന്ന് ഫത്വ കിട്ടൽ കൊണ്ട് മാത്രം അത് ശരിയാവൂല. നമ്മൾക്കിപ്പോ അങ്ങനെ സമാധാനം പറയാനാണ്, ഇന്ന് പണ്ഡിതൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഓക്കെ, ഇന്നാള് ഓക്കെ പറഞ്ഞിരിക്കുന്നു. ഫത്വ കൊണ്ട് മാത്രം കാര്യം നടക്കൂല. വഇന്നമൽ ഇബ്റ മഅ ദാലിക ബിനഫ്സിക്. ഉലമാക്കല്ല ഫത്വ ആ വിഷയത്തിൽ നന്മയാണെന്നോ തിന്മയാണെന്നോ രണ്ടായാലും ഉണ്ടെങ്കിലും നിന്റെ നഫ്സിനോട് കൂടി നീ ചോദിക്കണം. മുഅ്മിനോടാ പറയുന്നേ, മുഅ്മിനായ മനുഷ്യൻ അവന്റെ നഫ്സിനോട് ചോദിക്കണം, ശരിയാണോ ഇല്ലേ. فإذا وجدت نفسك تطمئن إلى هذه الفتوى فهذا بر. ഉലമാക്കൾ തന്ന അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു തന്ന ആ വിഷയത്തിൽ നീ നിന്റെ നഫ്സിനോട് ഫത്വ ചോദിക്കുമ്പോൾ നഫ്സതിൽ സമാധാനമടയുന്നുവെങ്കിൽ ഫഹാദാ ബിർ, അത് നന്മ തന്നെ, ഫോളോ ചെയ്യാം. وإذا وجدت نفسك تكره هذا الشيء فهذا اسم. ഫത്വ കിട്ടിയതിന് ശേഷവും മുഅ്മിനായ മുത്തഖിയായ, നമ്മളിപ്പോഴുള്ളത് പറയാം, അല്ലാഹു അഅലം, മുഅ്മിനായ മുത്തഖിയായ അത്ര സൂക്ഷ്മത പാലിക്കുന്ന ഒരു സത്യവിശ്വാസി നഫ്സിനോട് ചോദിക്കുമ്പോൾ അത് ശരിയല്ല എന്നാണ് നഫ്സ് പറയുന്നതെങ്കിൽ ഫഹാദാ ഇസ്മുൻ, അത് പാപമാണ്. ഉലമാക്കളുടെ ഫത്വ ഉണ്ടെങ്കിലും ശരി, നന്മയാണെന്ന്. വൽആലിമു ലൈസ മഅസൂമ, കാരണം ഒരു ആലിം ആരല്ല? പാപങ്ങളിൽ നിന്ന് മഅസൂമല്ല, സുരക്ഷിതനല്ല. ഫഖദ് യുഖ്തിഉ, അയാൾക്ക് തെറ്റ് സംഭവിക്കാം ചിലപ്പോൾ. ഔ യുജീബു അലാ ളാഹിരി, അല്ലെങ്കിൽ ബാഹ്യമായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഉത്തരം പറഞ്ഞതായിരിക്കാം. വലാ യദ്രി അനിൽ ബാത്തിൻ, ഉള്ളിലുള്ളത് അറിയുന്നില്ലായിരിക്കാം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആളുകൾ പരാതി പറയുമ്പോൾ, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളിൽ ചില ആളുകൾ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളാണ്, അപ്പൊ അവരുടെ സംസാരത്തിന്റെ പവർ കൊണ്ട് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയാൾക്ക് അനുകൂലമായി വിധി പറഞ്ഞേക്കാം. ഉള്ളറിയില്ലല്ലോ. അവിടെ നിങ്ങളെ ശ്രദ്ധിച്ചോളണം. എന്റെ അടുത്തുനിന്ന് അനുകൂലമായ വിധി വാങ്ങി നിങ്ങൾ പോകുമ്പം അത് അന്യന്റെ മുതലാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നത് നരകത്തിന്റെ തീയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ബാഹ്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ, ആലിമീങ്ങൾ അങ്ങനെ തന്നെ, ബാത്തിൻ എന്താണെന്ന് അറിയില്ല. വഖദ് യകൂനുൽ ആലിമു ആലിമ ദ്വലാൽ, ചിലപ്പോൾ നിങ്ങൾ ഫത്വ ചോദിച്ച ആലിമാരാവാം, ദ്വലാലിയത്തുള്ള ആലിമായിരിക്കും, ചിലപ്പം വഴികെട്ടവനായിരിക്കും, അല്ലാഹു കാകട്ടെ. വൽ ഉലമാഉ ലൈസു സവാഅ, ആലിമീങ്ങളൊന്നും എല്ലാവരും ഒരേപോലെയല്ല. ഫൽ മുഹിം, പ്രധാനപ്പെട്ട കാര്യം, അന്നക ലാ തഅ്തമിദു അലൽ ഫത്വ, ഒരു ഫത്വയിൽ നീ ആശ്രയിക്കരുത്. ഹത്താ തത്മഇന്ന നഫ്സുക ഇലൈഹ, നിന്റെ നഫ്സിന് ആ ഫത്വയിൽ തുമഅനീനത്ത് കിട്ടുന്നവരെ. പല ആൾക്കാരും പല സംശയം ചോദിക്കലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഓൺലൈൻ മാർക്കറ്റിംഗ്, പിന്നെ കോയിനില്ല, എന്ത് കോയിൻ എന്നാ പറയാ, ബിറ്റ്, അതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കും, അഭിപ്രായങ്ങൾ ചോദിക്കും. ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല മറുപടി എന്താ അറിയാം? ഇസ്തഫ്തി ഖൽബക്, നിന്റെ ഖൽബിനോട് ചോദിക്കും. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ ഫത്വകൾ ഇഷ്ടം പോലുണ്ടല്ലോ. ഇസ്തഫ്തി ഖൽബക്, അതിനെപ്പറ്റി എനിക്കറിയാമല്ലോ, നിന്റെ ഖൽബിനോട് നീ ചോദിക്ക്, അത് ഓക്കെ പറയുന്നുണ്ടോ? ഓക്കെ. കാരണം മുഅ്മിനായ മനുഷ്യന്റെ ഖൽബാണ്, ഫാജിറിന്റെ ഖൽബ് എങ്ങോട്ടേ പോകുള്ളൂ, എല്ലാം ഓക്കെ തന്നെപ്പാ. അല്ല, ആ പണ്ട് വിവരമില്ലാറ്റ് പറഞ്ഞതാ ഓക്കെ എന്ന് പറയും. മുഅ്മിൻ മുത്തഖിന്റെ നഫ്സ്,
ഇസ്തഫ്തി ഖൽബക്. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിലും ഇസ്തഫ്തി ഖൽബക്. മേൽപ്പുറമ്പെല്ലാം ഭയങ്കര പരിപാടിയിൽ പോയി ഉള്ളത കാടെല്ലാം ചെത്തി റോഡെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഇത് കുറയില്ല, ഒരിക്കലും ഇനി കുറയാൻ പോകുന്നില്ല. നബിദിനാഘോഷ പരിപാടി എന്ന അനിസ്ലാമികമായ നസാറാക്കളുടെ ഈ ചെറ്റ പിൻപറ്റിക്കൊണ്ടുള്ള മുസ്ലിം നാമധാരികളുടെ ഈ പ്രവൃത്തി ഒരിക്കലും കുറയാൻ പോകുന്നില്ല. കാരണം അന്ത്യനാളിന്റെ അലാമത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിലൊരു അലാമത്തുണ്ട്, അലാമത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ വരികയും നിലനിൽക്കുകയും അധികരിക്കുകയും ചെയ്യുന്ന ഫിത്നകൾ. ഇതായിൽപ്പെട്ടതാണ്. അലാമത്തുകൾ 3 എണ്ണമാണ്. ഒന്ന് അലാമത്തുൽ സുഗ്റ, അത് വന്നു പോയി. മൂന്നാമത്തെ അലാമത്തുൽ കുബ്ര, വരാനിരിക്കുന്നേ ഉള്ളൂ, ദജ്ജാലിന്റെയും യജൂജ് മജൂജിന്റെയും കഥ. 3 അലാമത്തുൽ വുസ്ത, അത് വന്നു കഴിഞ്ഞു. ഇനി അത് നിൽക്കില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. തുടരുന്നത് മാത്രമല്ല, അധികരിച്ചു കൊണ്ടേയിരിക്കും. മുഅ്മിനായ ബുദ്ധിയുള്ള മുഅ്മിൻ എന്ത് ചെയ്യും? നിലനിൽക്കുന്ന അധികരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫിത്നയിൽ താനും തന്റെ കുടുംബവും പെടാതെ ശ്രദ്ധിക്കും. അത് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നബിദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട ഉലമാക്കളുടെ ഖൗലുകള് സഹാബത്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, സഹാബാക്കൾ ചെയ്തിട്ടില്ല, മുൻഗാമികൾ ആരും ചെയ്തിട്ടില്ല. ഇത്രയും വലിയ പുണ്യമുള്ള ഒരു പരിപാടിയാണെങ്കിൽ ആ പ്രവാചകനെ ജീവനിൽ അധികം സ്നേഹിച്ച സഹാബാക്കൾ ചെയ്യാതിരിക്കോ? ഇതൊക്കെ പറഞ്ഞിട്ടും ഇന്നാലും പറയുന്നുണ്ടല്ലോ ഇസ്തഫ്തി ഖൽബക്. നീ നിന്നോടൊന്ന് ചോദിച്ചു, നീ ഒരു മുഅ്മിനല്ലേ, അല്ലാഹുവിന്റെ റസൂലിനോട് ശരിക്കുള്ള മുഹബ്ബത്ത് ഉണ്ടെങ്കിൽ നിന്റെ നഫ്സിനോട് നീ ചോദിക്കും, ഈ ചെയ്യുന്നത് ശരിയാണോ അല്ല. കാരണം ജന്മദിനം ആഘോഷിക്കാനുള്ള പരിപാടി കൊണ്ടുവന്നത് തന്നെ നസ്വാറാക്കളാണ്. ഈസ്ലാമിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് അവരാണ് തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏത് ജന്മദിനാഘോഷ പരിപാടിയും ചെന്നെത്തുന്നത് നസ്വാറാക്കളിലാണ്. എങ്കിൽ അത് ചെയ്ത നമ്മൾ ആരും കൂട്ടത്തിൽ വരും, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ, ചാൺ ബൈ ചാൺ നിങ്ങൾ മുൻകാലത്ത് വന്ന നിങ്ങളുടെ മുൻഗാമികളെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അക്കൂട്ടത്തിൽ ഞാൻ പെടും. ഇസ്തഫ്തി ഖൽബക്. ഇതിന്റെ പ്രശ്നം ചോദിക്കുക, റസൂൽ ചെയ്യാത്ത എന്ത് ആഘോഷം ഞാൻ ചെയ്യേണ്ടത്? നമ്മളെക്കാളും എത്രയോ മടങ്ങധികം അല്ലാഹുവിന്റെ റസൂലിനെ സാദിഖൻ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? ഇസ്തഫ്തി ഖൽബക്. നിന്റെ നഫ്സിനോട് ചോദിക്കും, വാശി തീർക്കാൻ നിൽക്കല്ല. വഹാബികളെ തലവറ്റിക്കാനും അവർക്കൊരു ഇത് കൂട്ടാനും അതിന് നിൽക്കല്ല. ഇസ്തഫ്തി ഖൽബക്. കാരണം ദീനാണ്, കൂലി കിട്ടുന്ന സംഗതിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നീ ചെയ്യുന്നത്. നിന്റെ നഫ്സിനോട് ചോദിച്ചു, നല്ലത് പറയുന്നുണ്ടോ? ചെയ്തോടി. തിന്മയാണ്, ശരിയല്ല, ആരും ചെയ്തിട്ടില്ലാണോ പറയുന്നത്? ഫത്തൂഖ്, ഒഴിവാക്കിയേക്കാം. അതുകൊണ്ടാണ് ശൈഖ് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ നഫ്സ് എന്തു പറയുന്നു എന്ന് നോക്കുക. ഫത്വകൾക്കപ്പുറം നോക്കുമ്പോ നിന്റെ നഫ്സ് ഈ ഫത്വ പറഞ്ഞ പോലെ തന്നെ എന്ന സമാധാനത്തോടെ പറയുകയാണെങ്കിൽ അത് സത്യമാണ്, നന്മയാണ് എന്നതിന്റെ തെളിവാണത്. സത്യസന്ധമായി നിഷ്കളങ്കമായിട്ട് എന്ത് ചെയ്യാ? നഫ്സിനോട് ഫത്വ ചോദിക്കുക. എന്തു പറയുന്നു നഫ്സ്? എന്തു പറയുന്നു? അമ്മാ ഇദാ നഫറത് നഫ്സുക മിൻ ഹാദിഹിൽ ഫത്വ, ഈ ഫത്വ നിന്റെ നഫ്സ് നിരാകരിക്കുകയാണെങ്കിൽ, വലം തത്മഇന്ന ഇലൈഹാ, നിനക്കതിൽ സമാധാനം നഫ്സ് തരുന്നില്ലെങ്കിൽ, ഫത്റുക്ഹാ, നീ ഇതിനെ ഒഴിവാക്കിയേക്കണം, പിന്നെ ചെയ്യാൻ നിൽക്കരുത്. لأن بعض الناس الذي له هوى ورغبة في الشيء يقول, കാരണം ചില ആളുകളുണ്ട് അവർക്ക് അവരുടെ ഹവക്കനുസരിച്ച് കാര്യങ്ങൾ വരണം എന്നൊരു താല്പര്യം ഉണ്ടാവും, അവർക്ക് അവരുടേതായ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ എന്തു പറയും? യഖൂൽ മാദാമ അഫ്താ ഫുലാനുൻ ബിഹാദാ, എനിക്കൊന്നും പറയാനില്ല, ഇന്നാള് ഫത്വ തന്നിട്ടുണ്ട്, ഫലൈസ അലയ്യ ഷൈഉൻ, ഞാൻ ഉത്തരവാദിയല്ല, വഹാദാ ഫീ ഹിമ്മതി, ഇതോന്റെ ഉത്തരവാദിത്തം. എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫത്വ കിട്ടിയിട്ടുണ്ട്. മുരുക കഴിക്കാൻ എന്തുണ്ട്? ഫത്വയുണ്ട്. ആരുടെ? ജിഫിന്റെ പത്ത് വാർക്കാവുണ്ട്, ഏക്കിലെ അയാളെ പത്ത് വാർക്കാവുണ്ട്, പിന്നെ ആരെയാ പേരോടില്ല, ആർക്ക് അതിൻ്റെ പത്ത് പോകുന്നുണ്ട്, പിന്നെ ആരാ നിങ്ങളെ എന്താ സ്ഥലത്തിൻ്റെ പേര്? മലക്കിദാറിൻ്റെ ഖത്തീബിൻ്റെ ആർക്കുണ്ട്,
കബർ പൂജക്കന്മാരുടെ ഫത്വ നടക്കാൻ വേണ്ടി ആരെ ഈ ഫത്വ തരണ്ട്? ഇതെല്ലാം എങ്ങനെയായി ഉമ്മത്ത് മനസ്സിലാക്കുന്നത്? ഒന്നുമല്ല, ഇതൊന്നും ആരുമല്ല എന്നുള്ളൊരു ബോധം അത് എപ്പോഴാണ് വരിക? നമ്മുടെ ഈ കോലത്തിലും വേഷത്തിലുമാണ് ആൾക്കാരെന്ത് ചെയ്യാൻ വിലയിരുത്ത. ഒഴിവാക്കേണ്ടി വരും, അതൊരു സൂര്യ സംശയമില്ല. അതുകൊണ്ട് ചില ആളുകൾക്ക് ഒരു ഹവയുണ്ട്, അവർക്ക് അവരുടേതായ ഒരു താല്പര്യമുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. അതിനനുസരിച്ച് ആനിമികളൊന്നും കൊടുത്തിട്ടുണ്ട്, ഫത്വയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പറയും പിന്നെ ഫഹാദ് അലി സാലിഹി, ഞാനൊന്നും നോക്കുന്നില്ല, അയാൾ പറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ ഫനഖൂലു ലഹു, ഷേഖ് പറയാം, നമ്മൾ അവനോട് പറയും ഫുലാനുൻ ലാ യുഗ്നി അൻക മിനല്ലാഹി ശൈഅ, അയാള് അള്ളാഹിന്റെ അടുത്ത് നിനക്കൊരു ഉപകാരവും ചെയ്യൂല, നീ അയാളെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ആര് വരെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പറഞ്ഞു, മോളെ ഫാത്തിമ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, നിന്റെ ബാപ്പ അല്ലാഹുവിന്റെ റസൂലാണ്, മഖാമും മഹ്മൂദുള്ള ആളാണ്, വസീലയും ഫദീലയും ഉള്ള ആളാണ്, സയ്യിദുൽ മുർസലീനാണ്, ഇസ്രാഈലും മിഅ്റാജിലും പോയ ആളാണ്. എന്തും ആയിക്കോട്ടെ, നീ എന്റെ മോളാണ് എന്നൊരു ബന്ധം നിനക്ക് അള്ളാഹിനടുത്ത് ഒരു ഉപകാരം ചെയ്യൂല. പിന്നെ നമ്മൾ ആരുടെ ഫത്വ നോക്കി നിൽക്കുന്നു? ഇസ്തഫ്തി ഖൽബക. അതുകൊണ്ട് ലാ യുഗ്നി അൻക അനല്ലാഹി ശൈഅ, അള്ളാഹിനടുത്ത് ഒരു ഉപകാരം ചെയ്യൂല. വലാ യഅലമുൽ ഗൈബ, ആ ഫത്വ തന്നാക്ക് ഗൈബ് അറിയൂല. വലൈസ മഅസൂമ, അയാൾ പാപങ്ങളിൽ നിന്നും സുരക്ഷിതരുമല്ല. വലാ നദ്രി അൻ മദാ സലാഹിഹി വദീനി, അയാളുടെ ദീനോ അയാളുടെ സലാഹിയത്തോ അതൊന്നും നമുക്ക് അറിയില്ല. അയാളത്തെ നല്ലതാണ്, അയാളുടെ ഖൽബ് എങ്ങനെ ഉള്ളെങ്ങനെ ഒന്നും അറിയില്ല. ഫലാ തഅതമിദ് അലാ മുജറദിൽ ഫത്വ, അതുകൊണ്ട് വെറും ഒരു ഫത്വയിൽ മാത്രം നീ ആശ്രയിക്കരുത്. ഹത്താ തഅരിദഹ അലാ നഫ്സിക്, നിന്റെ നഫ്സിനോട് നീ അത് ചോദിക്കുന്നത് വരെ. ഫഇദാ വജദത നഫ്സക മുത്മഇന്നതൻ ഇലൈഹ, നിന്റെ നഫ്സ് സമാധാനപ്പെടുന്നുണ്ട്. വലൈസ ഇൻദക തറദ്ദുദുൻ ഫീഹാ വലാ കറാഹിയത്തുൻ, നിന്റെ നഫ്സ് അതിനോട് മോശം പറയുന്നില്ല, അതിനെ വെറുക്കുന്നില്ല. ഫഖുദ് ബിഹാ, അത് സ്വീകരിച്ചോളി. വഇദാ വജദതൽ അക്സ, നേരെ എതിരാ കാണുന്നെങ്കിൽ ഫത്റുഖഹ, അതങ്ങ് ഒഴിവാക്കിക്കോളി. ഹാദാ മീസാനുൻ അദീം, ഇത് വളരെ ഉന്നതമായ ഒരു ത്രാസാണ്, അളവുകോലാണ്. യസീറു അലൈഹിൽ മുഅ്മിനു ഫിൽ ഫത്വ, ഫത്വകളുടെ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി എടുക്കുന്ന നിലപാട് അതായിരിക്കും. അവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ട് എന്നതിനെ കൊണ്ടൊന്നും ഒരു മുഅ്മിൻ ഒരു കാര്യം ചെയ്യാൻ നിൽക്കൂല. ഓനെന്ത് ചെയ്യും? ഓന്റെ ഖൽബിനോട് ചോദിക്കും, ഇസ്തഫ്തി ഖൽബക ഫഇദ തുമഅന്ന ഇലൈഹി അന്നഫ്സു ഫഖുദ്. ഖൽബൊക്കെ പറഞ്ഞു എടുത്തോളി, ഇല്ലേ എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാണെങ്കിലും വിട്ടേക്കണം. വൽആൻ ഷെയ്ഖ് പറയാണ്, സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹു തആല വഅഫാഹു, കസറത്ത് ശികായാത്തു الناس من كثرة الفتاوى وكثرة من يفتون. ഈ കാലത്ത് ചില ആളുകൾ ഒരുപാട് ഫത്വകൾ വരുന്നതിനെ പറ്റിയും ഫത്വ നൽകുന്ന പണ്ഡിതന്മാരുടെ ആധിക്യത്തെ പറ്റിയും പരാതികളുമായി വരാറുണ്ട്. ഫഹാദിഹി അലാമത്തുൻ തുമയ്യിസു ലക ഹാദിഹിൽ ഫതാവ, ഇതന്നെയാണ് ഒരു അടയാളം. എന്ത്? നിന്റെ ഖൽബിൽ അത് തമീസ് ചെയ്യാനുള്ള ഒരു അല്ലാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഫത്വ കൊടുക്കുന്നത്. ഫത്വ പറയുന്ന ആൾക്കാരും വർദ്ധിച്ചു, ഇഷ്ടംപോലെ ഫത്വകളും വർദ്ധിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ ആ ചിന്ത വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ആ ഫുർഖാൻ നമ്മുടെ ഖൽബിലുള്ളത് കൊണ്ടാണ്. നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ആഗ്രഹം. അല്ലാണ്ട് എന്ത് ചെയ്യുന്നില്ല, ഹവക്കനുസരിച്ച് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പോകുന്നതാണെങ്കിൽ ഒറ്റെടുക്കാം, ഫത്വ കിട്ടി എന്നല്ലേ പറയുള്ളൂ. പക്ഷെ അങ്ങനെ പറയാതെ എത്ര ഫത്വ, എല്ലാവരും ഫത്വ, ആ ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് നല്ല അടയാളമാണ്. ഫമത്മഅന്നത് ഇലൈഹാ നഫ്സുക മിൻഹാ ഫഹാദിഹി ഹഖ്ഖുൻ, നിന്റെ നഫ്സ് നന്നായി പറയുന്നത് ഹഖാണ്. വമാ നഫറത് നഫ്സുക മിൻഹു ഫഹാദാ ദലീലുൻ അലാ അന്നഹു ഖതഉൻ, മനസ്സ് നന്നായി പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നതിന്റെ തെളിവാണ്. ഫഅലൈക അൻ തതജന്നബഹു, ഒഴിവാക്കിക്കണം. വലാ തഖുൽ, നീ ഇങ്ങനെ പറയരുത്. എങ്ങനെ? അഫ്താ ഫുലാനുൻ വഖാല ഫുലാനുൻ, അയാൾ ഫത്വ തന്നതാണ്, അയാൾ പറഞ്ഞ വിഷയമാണ്. വഹാദാ ശൈഉൻ ഫീ ദിമ്മതിഹി, അതുകൊണ്ട് ഇത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ഹുവ അലൈഹി മാ തഹമ്മൽ, അതിന്റെ അയാൾ ചുമന്നോളണം, അയാൾ വേറിക്കൊള്ളണം എന്ന് നീ പറയരുത്. വഅൻത അലൈക മാ തഹമ്മൽത, നിനക്കാണത് പേറേണ്ടി വരിക.
ലാ യുഗ്നി അൻക മിനല്ലാഹി ശൈആ, അയാൾ അല്ലാഹുവിന്റെ അടുത്ത് നിനക്ക് ഒരു ഉപകാരം ചെയ്യൂല. വഖദ് തുബഹ്രിജു അലൈഹി ഔ തഖൂലു ലഹു കലാമൻ അലാ ഖിലാഫിൽ ഹഖീഖ വഹുവ യുഫ്തീക അലാ മാ യസ്മഅ കമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദി അലാ നഹ്വി മാ യസ്മഅ ലിഅന്നഹു ബശർ. കാരണം അയാൾ നിനക്ക് ഫത്വ തന്നത് അയാൾക്ക് മനസ്സിലായ, അയാൾ കേട്ട ആ വിഷയത്തിൽ അയാൾക്ക് എന്താണോ തിരിഞ്ഞത് അത് വെച്ചിട്ടായിരിക്കും. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? ഒരാളോട് പോയിട്ടൊരു ഫത്വ ചോദിച്ചാൽ നമ്മൾ എന്ത് അങ്ങോട്ട് പറയുന്നു, നമ്മുടെ സാഹചര്യം എന്ത്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അയാൾ ഫത്വ തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിനാശ്രയിക്കണ്ട. അത് ആഖിറത്തിൽ നിനക്ക് നിന്റെ ഉത്തരവാദിത്വം ഓടിപ്പോവാനുള്ള ഒരു തെളിവല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. യഖ്ദി അലാ നഹ്വി മാ യസ്മഅ, സഹാബത്ത് പറയുന്ന, പരാതിക്കാർ പറയുന്നത് കേട്ടിട്ട് വിധിക്കും. ലിഅന്നഹു ബശർ, കാരണം മനുഷ്യനാണ്. അപ്പൊ ആ വിധിയിൽ എന്ത് വന്നേക്കാം? തെറ്റ് വന്നേക്കാം. ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ഹദീസ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂമത ബാബി ഹിജ്റതിഹിന്ന ഫഖറജ ഇലൈഹി. റസൂലുള്ളാഹി തങ്ങളുടെ റൂമിന്റെ പുറത്തുനിന്ന് ചില ആളുകളുടെ തർക്കിക്കുന്നത് കേട്ടപ്പം പുറത്തേക്ക് ഇറങ്ങി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അന ബശർ, ഞാൻ മനുഷ്യനാണ്. വ ഇന്നഹു യഅതീനി അൽ ഖസ്ം, പരാതിക്കാർ എൻ്റെ അടുക്കൽ വരും. ഫലഅല്ല ബഅദുകും യകൂന അബ്ലഗു മിൻ ബഅദ്, നിങ്ങൾ ചില ആളുകൾ മറ്റു ചിലരെക്കാൾ എന്തായിരിക്കും നന്നായിട്ട് സംസാരിക്കാനും വിഷയം അവതരിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ആളായിരിക്കും. ഫഅഹ്സിബു അന്നഹു സിദ്ഖുൻ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത് കേൾക്കുമ്പോൾ ഇവൻ സത്യസന്ധനാണെന്ന് ഞാൻ വിചാരിച്ചു പോകും. ഫഅഖ്ദീനഹു ബിദാലിക്, എന്നിട്ട് അവൻ അനുകൂലമായിട്ട് ഞാൻ എന്ത് ചെയ്യും? വിധി പറയും. ഫമൻ ഖുദിയത ലഹു ബിഹഖ്ഖി മുസ്ലിമിൻ, അങ്ങനെ ആരെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നും അബദ്ധം സംഭവിച്ചൊരു വിധി ഞാൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവൻ ഫഇന്നമാ ഹിയ ഖിത്അത്തുൻ മിനൻ നാർ, അത് നരകത്തിന്റെ ഒരു തീക്കൊള്ളിയാകുന്നു. അവിടെ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ന്യായമായിട്ടേ പറയാൻ പാടുള്ളൂ. ഒരുത്തന്റെ അന്യായമായി ഒരുത്തന്റെ ഹക്ക് നേടിയെടുക്കാൻ നിങ്ങളെ വാക്ചാതുര്യം കൊണ്ട് ചിലപ്പം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ കൊണ്ടുപോകുന്ന നരകത്തിന്റെ തീയാണ്. നരകത്തിന്റെ തീയാണ് അത്. വേണമെടുത്തോ അല്ലെങ്കിൽ ഒഴിവാക്കിക്കോ. ഞാൻ ഒരു മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ ബാക്കിയുള്ള മനുഷ്യന്മാരെ കഥ പറയാനില്ല. അതുകൊണ്ട് ഹദീസിന്റെ അവസാന ഭാഗം, ഫഅലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് നിർബന്ധമാണ് അയ്യത്തഖിദ ഹാദൽ ഹദീസ മീസാനൻ, ഈ ഹദീസിനെ ഒരു അളവുകോലായി സ്വീകരിക്കണം. യസീറു അലൈഹി, അതിന്റെ മേൽ അവൻ സഞ്ചരിക്കണം. ഫീമാ യസ്മഉ ഔ യുഖാലു ഔ യുക്തബു മിനൽ ഫതാവ, ഫത്വകളിൽ നിന്നും ദീനിയായ വിഷയത്തിൽ ഓൻ കേൾക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെടുന്ന അല്ലെങ്കിൽ അവനോട് പറയപ്പെടുന്ന കാര്യത്തിൽ ഇതിനെ ഒരു അളവുകോലായി സ്വീകരിക്കണം. ഒരാളെ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത്. ഖുസൂസൻ, പ്രത്യേകിച്ചും ഫീ ഹാദൽ സമാനിൽ ലദീ ഖല്ല ഫീഹി ഖൗഫുല്ലാഹ്, ഈ കാലത്ത് അള്ളാഹുവിനുള്ള ഭയം വളരെ കുറഞ്ഞിരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും. വതജറഅ അന്നാസു അലൽ ഫത്വ, ദീനിയായ വിഷയത്തിൽ ഫത്വ കൊടുക്കാൻ ജനങ്ങളൊക്കെ ധൈര്യം കാണിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹദീസിനെ ഒരു വഴികാട്ടിയായി സ്വീകരിക്കണം. വഅലൽ ഖൗലി അലല്ലാഹി ബിഗൈരി ഇൽം, അതേപോലെ അള്ളാഹിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു കാലമാണിത്. ഇല്ല, അത് കണ്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് കർണാടകയിൽ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇത് ഉയരട്ടെ. സലഫികൾ പോയിട്ട് പറഞ്ഞു ഔലിയാക്കൾക്ക് കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ആവട്ടെ. അപ്പോൾ തിരിച്ചു പറയാം അള്ളാഹ് കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കഴിവിൽ ഒരു ശക്ക് വന്നു. ഓന്റെ ഷഹാദത്ത് മാത്രമേ അവൻ കാഫറായി. ഓന്റെ വേഗപ്പെട്ട് നിസ്കരിക്കാൻ പറ്റുമോ? എന്താ ഉമ്മത്തെ മനസ്സിലാക്കാത്ത? അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഓന്റെ വാക്കിന്റെ ധ്വനി എന്താ? സംശയമാണ്. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഔലാൻ പോയി കാഫറായി. അല്ലാഹു മുസ്തആൻ. അതുകൊണ്ട് അള്ളാഹിന്റെ വിഷയത്തിൽ അറിവില്ലാണ്ട് ഇങ്ങനെ പറയുന്ന ധൈര്യം കാണിക്കുന്ന ഈ കാലത്ത് ഇല്ല മൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ അവരൊന്നും അങ്ങനെ നിൽക്കൂല. فهذا الحديث ينفع نفعا عظيما في مثل هذا الوقت, ഇതേപോലത്തെ സാഹചര്യത്തിൽ ഹദീസ് ഒരുപാട് ഉപകാരപ്പെടും. وهو نافع في كل وقت, എല്ലാ സമയത്തും ഉപകാരപ്രദമാണ്. لكن كلما اشتدت الحاجة إليه كان نفعه أعظم. എപ്പോഴാണ് ഒരു വിഷയത്തിലേക്ക് ഒരു വസ്തുവിലേക്ക് ആവശ്യം നമുക്ക് കൂടുന്നത് അപ്പോഴാണല്ലോ ആ വസ്തുവിന് വിലയുണ്ടാവുക. അതേപോലെ ഈ ഒരു ഹദീസ് ഈ പ്രത്യേകിച്ചും ഈ കാലത്ത് മുഅ്മിനീങ്ങൾ അറിഞ്ഞിരിക്കണം. فما يسمع المسلم من الأقوال والفتاوى, മുസ്ലിമീങ്ങൾ കേൾക്കുന്ന വാക്കുകൾ, പ്രസംഗങ്ങൾ, ഫത്വകൾ, യുമയ്യിസു ബൈനഹാ ബിമീസാനി നഫ്സി, ഓന്റെ നഫ്സ് എന്ന അളവുകോൽ കൊണ്ട്
അവൻ അതിനെ അളന്നിട്ടും വേണം സ്വീകരിക്കാൻ. ഏതിനെയാണ് നഫ്സ് സ്വീകരിക്കുന്നത്, ഏതിനെയാണ് നഫ്സ് വെറുക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷെ ചില ആളുകളുണ്ട്, അവർക്ക് ഹവ വരും. എന്താണ് ഹവ? സ്വന്തം ഒരു താല്പര്യം. അതുണ്ടെങ്കിൽ വാക്കുകൾ ആര് പറഞ്ഞു നോക്കൂല, എന്തു പറഞ്ഞു, തെളിവെന്തു നോക്കൂല, അതിനോ ഫോളോ ചെയ്യും. വൽഫതാവ, ഏത് ഫത്വയും ഫോളോ ചെയ്യും. അത് അവന്റെ നഫ്സിൽ കൊടുത്തവൻ അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കുക പോലുമില്ല. അതിനെ സ്വീകരിക്കുന്നത് വെറും അവന്റെ നഫ്സിന്റെ ഇച്ഛക്കനുസരിച്ച് മാത്രമാണ്. ഒരു സംശയവും വേണ്ട, അത് തെറ്റാണ്. അതുകൊണ്ട് സലഫി പള്ളിയിലെ ഖതീബാണെങ്കിലും മെമ്പർമ നിൽക്കുന്ന ഷോലി അബ്ദുള്ള മൗലവിയാണെങ്കിലും ആരാണെങ്കിലും ദീനിന്റെ വിഷയത്തിൽ നമ്മളുടെ ഈമാൻ, നമ്മളുടെ തഖ്വ നമുക്കറിയാം. ഖൽബിനോട് ചോദിക്കാം. ഖൽബ് പറയാണ് ശരിയാണ്, ഇതാണ് അള്ളാന്റെ തൃപ്തി, ഇതാണ് ദീനിന്റെ നിയമം, ഖുദ്ഹ ചെയ്തോളുക. ഖൽബ് പറയുന്നു ശരിയല്ല, അത് തെറ്റാണ്. അത് പറഞ്ഞാലുള്ള ദേഷ്യത്തിന്റെ പേരിലാവാൻ പാടില്ല കേട്ടോ. ഈമാന്റെയും സിദ്ഖിന്റെയും അളവ് പോലെ വെച്ചുകൊണ്ടാവണം. ഖൽബ് പറയുന്നു ശരിയല്ല, വിട്ടേക്കണം, അത് തിന്മയാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.